തമിഴ്നാട്ടിൽ ഭീകരവാദ റിക്രൂട്ട്മെന്റ് നടത്തിയതിന് അറബിക് കോളേജ് സ്ഥാപകനടക്കം 4 പേർ എൻഐഎയുടെ പിടിയിലായി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നേരത്തെ 2022 ഒക്ടോബർ 23-ന് കോയമ്പത്തൂരിലെ ഒരു മുരുകക്ഷേത്രം അരുൾമിகு കോട്ടൈ സംഗമേശ്വർ തിരുക്കോവിൽ എന്ന ഒരു മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് നേരെ ഒരു കാർ ബോംബ് അറ്റാക്ക് നടന്നിരുന്നു. അതായത് ജമേഷ മുബീൻ എന്ന ഒരു IS ചാവേറാണ് ഈ ആക്രമണം കാറിനുള്ളിൽ സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് നേരെ പാഞ്ഞു ചെന്നത്. സ്ഫോടക വസ്തുക്കൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ആയിരുന്നു. അത് വിജയിച്ചില്ല. അതിനു മുമ്പ് തന്നെ അത് പൊട്ടിത്തെറിച്ചു. ഈ ജമേഷ മുബീൻ കൊല്ലപ്പെടുകയും ചെയ്തു. ആ കേസിൽ നേരത്തെ 17 പേർ അറസ്റ്റിലായിരുന്നു. ആ 17 പേരെ കൂടാതെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് നടത്തിയതിന് ഒരു അറബിക് കോളേജ് സ്ഥാപകനടക്കം 4 പേർ പിടിയിലാകുന്നത്. ഇവരെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്നത്. അതായത് ഈ അറബിക് കോളേജിൻ്റെ സ്ഥാപകൻ ആയ ജമീൽ ഭാഷ, അതുപോലെ അഹമ്മദ് അലി, ജവഹർ സാത്തിക്, ഷെയ്ഖ് ദാവൂദ് എന്നിവരാണ് പിടിയിലായത്. ഇവർ ഈ തമിഴ്നാട് ഈ പറഞ്ഞ കോയമ്പത്തൂരിലെ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ രീതിയിൽ ഈ IS റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും അതിനു വേണ്ടുന്ന പരിശീലനം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അറബിക് കോളേജിൽ തന്നെ സാധാരണ നിലയ്ക്കുള്ള അറബിയോ അല്ലെങ്കിൽ മദ്രസകൾ പിന്തുടരുന്ന വിദ്യാഭ്യാസമോ അല്ല അവർ നൽകിയിരുന്നത്. മറിച്ച് കാഫിറുകളുടെ, അതായത് അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കാനും അവരെ കൂട്ടക്കൊല നടത്താനും വേണ്ടുന്ന ഒരു അതിഭീകരമായ ഒരു പരിശീലനമാണ് അവിടെ നടന്നിരുന്നത്, നൽകിയിരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്നത്. എന്തായാലും അവരുടെ ഈ അറബിക് കോളേജിൻ്റെ മറവിൽ അവർ നടത്തിയ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അല്പം ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് NIA പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഭാരതത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ISIS, നമുക്കറിയാം ഈ ISIS എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. അത് നിരോധിക്കപ്പെട്ടതാണ്. അതിൻ്റെ മോഡ്യൂളുകൾ ഒന്നും പ്രവർത്തിക്കാൻ ലോകത്ത് അനുവദിക്കരുത് എന്ന് പൊതുവെ ഭരണകൂടങ്ങളെല്ലാം നിലപാടെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ISISൻ്റെ ഒരു പരിശീലന കേന്ദ്രമായിട്ട് ഈ അറബിക് കോളേജ് പ്രവർത്തിക്കുകയായിരുന്നു. അത് ഈ സലഫി ജിഹാദി പ്രത്യയശാസ്ത്രമാണ് ഇവർ കോളേജിൽ പഠിപ്പിച്ചിരുന്നത് എന്ന വിവരമാണ് NIA പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ ഈ ഭീകര റിക്രൂട്ട്മെൻറ്റുകൾക്കായിട്ട് പ്രത്യേക ക്ലാസ് മുറികളും സംവിധാനങ്ങളും പൊതുവേദികളും ഒക്കെ അവർ സംഘടിപ്പിച്ചു. അത് പ്രയോജനപ്പെടുത്തി അതിൽ നിന്നാണ് ഇതിലേക്ക് ആൾക്കാരെ കണ്ടെത്തിയിരുന്നത്. ഈ ഇപ്പോൾ അറസ്റ്റിലായവർ ഖിലാഫത്ത് പ്രസ്ഥാനം, നമുക്കറിയാം ഖലീഫെ, ഈ ISISൻ്റെ തലവൻ ഒരു ഖലീഫേറ്റ് ഭരണ സമ്പ്രദായമാണ് അവർ പിന്തുടരുന്നത്. അങ്ങനെയുള്ള ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവും ജിഹാദ് രക്തസാക്ഷിത്വവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് സായുധ പോരാട്ടത്തിന് ശ്രമിച്ചു എന്നാണ് NIA റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. നേരത്തെ ഈ 17 പേർ ഈ കേസിൽ ഇതിനു മുമ്പ് പിടിയിലായിട്ടുണ്ട്. അവരെ കൂടാതെയാണ് ഇപ്പോൾ ഈ 4 പേർ കൂടി പിടിയിലായിരിക്കുന്നത്. നേരത്തെ പിടിയിലായ 17 പേരിൽ വളരെ കൃത്യമായിട്ട് അവസാനത്തെ 4 ചാർജ് ഷീറ്റുകളാണ് അതിനകത്ത് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അവസാനത്തെ ചാർജ് ഷീറ്റിൽ ഇവർ എങ്ങനെ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നും അത് നടപ്പാക്കാൻ വേണ്ടുന്ന പണം എങ്ങനെ കണ്ടെത്തിയെന്നും ഉണ്ടാക്കിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിൽ 2 പേർക്കെതിരെ, ഹിദായത്തുള്ള, ഉമർ ഫാറൂഖ് എന്നീ 2 പേർക്കെതിരെ ഉള്ള ഗുരുതരമായ മറ്റൊരാരോപണം, അവർ ഈ COVID-19 സർട്ടിഫിക്കറ്റ്, അതായത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, COVID-19 വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിരുന്നു. ഇവർ COVID-19 സർട്ടിഫിക്കറ്റുകൾ, വ്യാജ സർട്ടിഫിക്കറ്റ്, ഈ വാക്സിൻ എടുത്തതായിട്ടുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി അതിലൂടെ അവർ പണം വാങ്ങി ധാരാളം പണം സമ്പാദിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. അത്തരത്തിൽ ഈ ഹിദായത്തുള്ളയും ഉമർ ഫാറൂഖും ചേർന്ന് 2021-ലും 2022-ലും ഈ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ, വ്യാജ COVID-19 വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി പണം സ്വരൂപിച്ചു എന്നാണ് ചാർജ് ഷീറ്റിൽ പറയുന്നത്. അതുപോലെ ഇവർക്ക് ഈ കാറ് ബോംബ് സ്ഫോടനത്തിന് തദ്ദേശീയരായ പവസ് റഹ്മാൻ, ശരൺ മാരിയപ്പൻ
എന്നിവരുടെ സഹായം കിട്ടി. അവരും ഈ അഴിമതിക്ക്, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിന് കൂട്ടുനിന്നു. അതുപോലെ ഈ അബു ഹനീഫ എന്നൊരാൾ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. ഈ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകിയത് ഈ അബു ഹനീഫയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള ആൾക്കാർക്കെതിരെ ഏതാണ്ട് 5ഓളം പേർക്കെതിരെ ഈ അവസാനത്തെ കുറ്റപത്രം പേരെടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 2022 ഒക്ടോബർ 23 ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ തമിഴ്നാട്ടിൽ പല കാലങ്ങളിലായിട്ട് നടന്നു. എല്ലാവരെയും ഒരുമിച്ചല്ല കിട്ടിയത്, പല കാലങ്ങളിലായിട്ട് കിട്ടിയവരെല്ലാം കൃത്യമായിട്ട് അപ്പോഴപ്പോൾ തന്നെ ചാർജ് ഷീറ്റുകൾ കൊടുത്ത് കോടതിക്ക് മുന്നിൽ എത്തിക്കുകയാണ്. അവരുടെ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തത് എങ്ങനെയാണ്, ആൾക്കാരെ റിക്രൂട്ട് ചെയ്തത് എങ്ങനെയാണ്, ഇതിന് പണം കണ്ടെത്തിയത് എങ്ങനെയാണ്, ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാർ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ആൾക്കാരെ, ഭീകരന്മാരെ എങ്ങനെ റിക്രൂട്ട് ചെയ്തു, ആര് റിക്രൂട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു അറബിക് കോളേജിൻ്റെ സ്ഥാപകനും അതിലെ മറ്റ് പ്രവർത്തകരും അതിനകത്ത് പങ്കെടുത്തിരുന്നവരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് ഇതാദ്യമാണെന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഇതാദ്യമാണ് എന്ന് തന്നെ പറയാം. ഈ വലിയ തോതിൽ നമുക്കറിയാം, മുമ്പും കോയമ്പത്തൂരിൽ സ്ഫോടനം നടന്നതാണ്. ആ കേസിലാണ് PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനി ജാമ്യം കിട്ടാതെ നീണ്ടകാലം വിചാരണ തടവുകാരനായിട്ട് കഴിയേണ്ടി വന്നു. അവസാനം തെളിവുകളുടെ അഭാവത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി മദനിയെ ഒഴിവാക്കുകയായിരുന്നു, കേസിൽ നിന്ന് വിടുതൽ കൊടുക്കുകയായിരുന്നു. പിന്നീട് അതേ മദനി തന്നെ ബാംഗ്ലൂർ സ്ഫോടന കേസിലും പ്രതിയായി ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം അതുപോലെ തന്നെ ഈ മദനിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ ഒരു ബസ്, ട്രാൻസ്പോർട്ട് ബസ് തട്ടിക്കൊണ്ടുപോയി കളമശ്ശേരിയിൽ വെച്ച് കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ കേസിൽ പ്രതിയായത് മദനിയുടെ അടുത്ത അനുയായിയും അതുപോലെ തന്നെ ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറുമായ തടിയൻ്റെവിട നസീറാണ്. തടിയൻ്റെവിട നസീർ അതടക്കമുള്ള പല കേസുകളിൽ പ്രതിയാണ്. ചില കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ചില കേസുകളിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. തടിയൻ്റെവിട നസീർ ഇപ്പോൾ ജയിലിലാണ്. ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ വളരെ കൃത്യമായിട്ട് ഇവർക്ക് വേരോട്ടമുണ്ട്. പ്രത്യേകിച്ചും ഈ സലഫി ഭീകരവാദത്തിന് തമിഴ്നാട്ടിൽ ശക്തമായ വേരോട്ടമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സലഫി പോലെയുള്ള ഈ ISIS പോലെയുള്ള ഭീകര സംഘടനകളുടെ ചില കേന്ദ്രങ്ങൾ, അതിൻ്റെ ചില സ്ലീപ്പർ സെല്ലുകൾ ഒക്കെ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ, ഈ അറസ്റ്റിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ഒരു അറബിക് കോളേജിൻ്റെ സ്ഥാപകൻ തന്നെ അവിടെ അറബി പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഭീകരവാദം പഠിപ്പിക്കുകയും ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ പഠിപ്പിക്കുകയും ചാവേറാകാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും DMK നേതാവ് MK സ്റ്റാലിൻ്റെ ഭരണത്തിന് കീഴിൽ തമിഴ്നാട്ടിൽ തീവ്രവാദം, ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം അഴച്ചു വളരുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് NIA ഇടപെട്ടതുകൊണ്ടാണ് ഈ അറസ്റ്റ് നടന്നത്. ഒരു പക്ഷേ തമിഴ്നാട് പോലീസാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ കേസ് തേച്ചുമാച്ച് കളയുമായിരുന്നു. ഏതാനും പേരുടെ അറസ്റ്റിൽ ഒതുങ്ങി ബാക്കിയുള്ള ഇതിൻ്റെ ആഴത്തിൽ പോയിരിക്കുന്ന വേരുകൾ കണ്ടെത്താതെ, ഇതിൻ്റെ മുഴുവൻ കണ്ണികളെയും കണ്ടെത്താതെ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുമായിരുന്നു. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തതോടുകൂടിയാണ് ഈ ഒരു രഹസ്യം പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ 4 ഘട്ടങ്ങളിലായിട്ട് 17 പേർ അറസ്റ്റിലാവുകയും അവരെ കോടതിക്ക് മുന്നിലെത്തിക്കുകയും നിയമത്തിന് മുന്നിലെത്തിക്കുകയും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ 4 പേർ പുതുതായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, ISISലേക്ക് റിക്രൂട്ട് ചെയ്തു. ഈ ക്ഷേത്രങ്ങൾ തകർക്കാൻ, ആരാധനാലയങ്ങൾ തകർക്കാൻ, അമുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ, ചാവേറുകളെ റിക്രൂട്ട് ചെയ്തു എന്ന കുറ്റത്തിന് 4 പേർ കൂടെ പിടിയിലായിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമാണ്. നമുക്ക് അത്ര സന്തോഷം നൽകുന്നൊരു വാർത്തയല്ല.
തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NIA പോലൊരു ദേശീയ ഏജൻസി ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടുകളും അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ആകെ ആശ്വസിക്കാൻ വക നൽകുന്ന ഏക കാര്യം. എന്തായാലും ഇതിനകത്ത് ഉൾപ്പെട്ട മുഴുവൻ പേരും പിടിയിലാകട്ടെ. ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളെ സമ്പൂർണ്ണമായിട്ടും വേരോടെ പിഴുതെറിയാൻ നമ്മുടെ ഏജൻസികൾക്ക് കഴിയട്ടെ എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാം, അങ്ങനെ ആശംസിക്കാം.